ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുകയും ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവ ഒക്കെയും വിട്ടുകളവി. അന്യോന്യം വ്യാജം പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, പരിഷ്കൃതൻ, സിദ്ധ്യാൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം ക്ഷമിക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്ത് അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുകയും. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും, അവരോട് കയ്പായിരിക്കരുത്. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കും. ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടിസേവകളല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും, കർത്താവിനെ തന്നെ സേവിക്കുവിൻ. തിരുവചനം വായിച്ച ജോയ് ബ്രദറിനെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ കാണാപാഠം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുള്ളവർക്ക്, അറിയാവുന്നവർക്ക് കാണാപാഠം പറയാം. കൊളോസ്യ 3-ന്റെ 1-2 വാക്യങ്ങൾ. 5-6 ഓക്കെ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ലോകത്തിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും 5-6 പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ബ്രദറെ, ഞാൻ പറയാം. ഞാൻ ആക്ച്വലി പ്രിപ്പയർ ചെയ്തിട്ടില്ല. മെസ്സേജ് കേട്ടതിന് ശേഷമാണ് ഞാൻ അല്പം ഒന്നും കൂടെ വായിച്ചിട്ടുണ്ട്. പറയാം. ഓക്കെ. കൊളോസിയൻസ് 3:5. Mortify therefore your members which are upon the earth, fornication, uncleanness, inordinate affection. കിട്ടുന്നില്ല, സോറി. കുഴപ്പമില്ല, ഒന്നുകൂടി ട്രൈ ചെയ്തോ. കുഴപ്പമില്ല, ഒന്ന് തെറ്റിയാലും. Mortify therefore your members which are upon the earth, fornication, uncleanness, inordinate affection, evil concupiscence, and covetousness, which is idolatry. Verse 5, for which things sake the wrath of God
cometh upon the children of disobedience. അത്രയും നന്നായിട്ട് പറഞ്ഞല്ലോ ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ട്രൈ ചെയ്താൽ കിട്ടും. കർത്താവ് സഹായിക്കും. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ഒരു മിനിറ്റ് ആന്റണി ബ്രദർ പറയാൻ ശ്രമിക്കുന്നുണ്ടോ? ആന്റണി ബ്രദറെ. ഓക്കെ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശുദ്ധിയിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശുദ്ധിയിടാം. പെന്തക്കോസ്തു നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. മുട്ടോളമല്ല അരയോളം പോൽ വലിയൊരു ജീവോളമല്ല അരയോളം നദിയൊഴുകാൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായി. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലോ കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലോ കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ജനമുണർന്ന് വേല ചെയ്യുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന കുഞ്ഞാടിനെ സ്തുതിക്കാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കുന്ന
കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേൽ ചോദിച്ചു. തിന്മകൾ സർവത്തിൽ നിന്നെ കണ്ണി അങ്ങ് ഞാൻ സ്തുതിച്ചിടുമെന്നും കൃപയ്ക്കായി അങ്ങ് ഞാൻ സ്തുതിച്ചിടുമെന്നും ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും. ദൈവപിതാവേ എന്നോട് താതൻ നീ ദൂതന്മാരാ മകൾ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ ആരാധന നന്ദിയാൽ വണങ്ങും തിരുമുന്നിരിന്നേരും എന്നും നീ ആരാധന നീ പരിശുദ്ധൻ നീ ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാതെന്നും ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാതെന്നും നീ യോഗ്യനാം. ദൈവപിതാവേ എന്നോട് താതൻ നീ ദൂതന്മാരാ പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങ തിരുമുന്നിൽ എന്നും നീ ആരാധനാം നന്ദിയാൽ വണങ്ങും തിരുമുന്നിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ ദൈവമേ നീ മാത്രം യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനും നീ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ എന്നും നീ യോഗ്യനാം. യേശുവേ നാഥ കർത്തനാം രക്ഷകൻ പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുന്നിരിന്നേരം എന്നും ആരാധ്യനാം നന്ദിയാൽ വണങ്ങും തിരുമുന്നിരി എന്നും നീ ആരാധ്യനാം. നീ പരിശുദ്ധൻ അങ്ങ് സ്തുത്യൻ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാൻ യോഗ്യനാം. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാം. പാവനാത്മാവേ ആശ്വാസപ്രദൻ നീ മറരാ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും
തിരുമുന്നിലിന്നേരം എന്നുമെന്നും നീ ആരാധ്യനാം. നന്ദിയാൽ വണങ്ങും തിരുമുന്നിലിന്നേരം എന്നും ആരാധ്യനാം. നീ പരിശുദ്ധൻ, നീ ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കാനെന്നും നീ യോഗ്യനാ. തങ്കച്ചി ആന്റി വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടുണ്ടോ? ആ വാക്യം കാണാപാഠം റീന. ഓക്കെ. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹവും ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ റീന സിസ്റ്ററെ. ആന്റി പഠിച്ചിട്ടുണ്ടോ തങ്കച്ചി ആന്റി? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ. ആകയാൽ ദുർനടപ്പ്, അസത്യ, അതിരാഗം, നിർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിൽ ഉള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കേട്ടവരുടെ മേൽ വരുന്നു. ഞാൻ പറഞ്ഞു. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. യേശുവിന് സ്തോത്രം. ജോയ് ബ്രദർ കൊളോസ്യ 3:5 ഒന്ന് നോക്കി വായിക്കാം. കൊലോസ്യർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും സർവശക്തനായ ദൈവത്തിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. ഈ തിരുവചനങ്ങൾ ഗ്രഹിക്കുവാൻ നാം പഠിക്കാൻ പോകുന്ന ഈ വചനഭാഗം ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ, നാം ഓരോരുത്തരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. കൊളോസ്യ ലേഖനം 3:1 തൊട്ട് വായിക്കുന്നു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ലോകത്തിൽ ഈ പറയുന്ന പാപങ്ങൾക്ക് അടിമകളായി ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ല. ഒരു രക്ഷിതാവിനെ അവരെ ശരിക്കും രക്ഷിക്കുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ അവർ അറിഞ്ഞിട്ടില്ല. ഇവിടെ പൗലോസ് ആർക്കാണ് ഈ പ്രബോധനം നൽകുന്നത്? ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ആർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്? 4-ാം വാക്യത്തിൽ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവമക്കൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ അവരുടെ ശരീരത്തിന് രൂപാന്തരം
പ്രാപിക്കും. ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ കൽപ്പന ദൈവമക്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പസ്തോലന്മാർ ആദിമസഭയിൽ വിശ്വാസികളെ വിശുദ്ധിയുടെ നിയമങ്ങൾ കർക്കശമായി ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. യാതൊരു കോംപ്രമൈസും ഇക്കാര്യത്തിലില്ല. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. Therefore, treat the parts of your earthly body as dead to sexual immorality, impurity, passion, and greed, which amounts to idolatry. മറ്റൊരു പരിഭാഷയിൽ, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ദൈവമക്കളുടെ ഇടയിൽ അവർ ഇത്തരം പാപങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇത്തരം പാപങ്ങളുടെ പേര് പോലും അവരുടെ ഇടയിൽ കേൾക്കാൻ പാടില്ല. എഫേസ്യർ 5-3 തൊട്ട്, നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. ഇതെല്ലാ ദൈവമക്കൾക്കും വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച് കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ബാധകമായ ഒരു കാര്യമാണ് ഇത്. നിങ്ങളുടെ ഇടയിൽ, ലോകത്തിൽ രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുലഭമായിട്ടുണ്ട്. പക്ഷേ ദൈവസഭയ്ക്കകത്ത് ഇത് പാടില്ല. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. ആ വിശ്വാസി വ്യഭിചാരം ചെയ്തു, അങ്ങനൊരു വാർത്ത കേൾക്കാൻ പാടില്ല. ആ ശുശ്രൂഷകൻ ഹോമോസെക്ഷുവാലിറ്റിയിൽ പിടിക്കപ്പെട്ടു, അങ്ങനൊരു വാർത്ത കേൾക്കാൻ പാടില്ല. നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത്. അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ. മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല. പകരം കൃതജ്ഞതാസ്തോത്രമാണ് ഉചിതം. ഇനി ദൈവമക്കൾക്കുള്ള ഈ പ്രമാണത്തെ കാറ്റിൽ പറത്തി ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ അവർ ചെയ്താൽ എന്താണ് സംഭവിക്കുക? 5-ാം വാക്യത്തിൽ, വ്യഭിചാരിക്കും, അശുദ്ധനും, അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ദൈവമക്കൾ ഇക്കാര്യം അറിയണം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘത്തിന് ഒത്തുകൂടാനുള്ള സ്ഥലമല്ല. പരിശുദ്ധനായ ദൈവം വസിക്കുന്ന പരിശുദ്ധ സ്ഥലം. അശുദ്ധമായത് യാതൊന്നും അങ്ങോട്ട് പ്രവേശിക്കുകയില്ല. മ്ലേച്ഛതയും മ്ലേച്ഛത ചെയ്യുന്നവരും പുറത്തു തന്നെയാണ്. വെളിപ്പാട് പുസ്തകം അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഏതെങ്കിലും ശുശ്രൂഷകൻ്റെയോ സഭാ നേതാവിൻ്റെയോ കൽപ്പനയല്ല. നമ്മെ വിളിച്ച കർത്താവിൻ്റെ കൽപ്പനയാണ് അത്. ആരാണ് ദൈവമക്കൾ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകി. എന്നാൽ അതേസമയം തന്നെ ദൈവമക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് യേശുവിൽ വിശ്വസിച്ചു, അങ്ങനെ ദൈവമക്കളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വേർപാട് പാലിക്കാതെ ജീവിക്കരുത്. ദൈവമക്കളായി എങ്കിൽ ദൈവമക്കൾക്ക് യോഗ്യമായ രീതിയിൽ ജീവിക്കണം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 6-14 തൊട്ട് 2 കൊരിന്ത്യർ 6-14 തൊട്ട്, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്തു പങ്കാളിത്തമാണ് ഉള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്തു കൂട്ടുകെട്ടാണുള്ളത്?
ക്രിസ്തുവിന് ബലിയാലുമായി എന്തു യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതേതെങ്കിലും ശുശ്രൂഷകന്റെ ഒരു അഭിപ്രായമല്ല, സർവശക്തനായ കർത്താവിൻ്റെ കൽപ്പനയാണ്. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും മ്ലേച്ഛത പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന്, തെറ്റായ ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. ദൈവം പരിശുദ്ധനാണ്, യാതൊരു അശുദ്ധിയെയും വെച്ചു പൊറുപ്പിക്കുന്നവനല്ല. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാകണമെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം, വേർപാട് ആവശ്യമാണ്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. എഫേസ്യ 4:19 അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. അങ്ങനെ ജീവിക്കുന്ന രക്ഷിക്കപ്പെടാത്ത ധാരാളം ആളുകൾ ഇന്നുമുണ്ട്. നാം ഈ വാക്യങ്ങൾ വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കൊളോസ്യ 3:5 നാം ധ്യാനിക്കുന്നത്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി അഥവാ ഇംപ്യൂരിറ്റി, അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. 1 തെസ്സലോനി 4:3 നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന്, അതായത് ഇമ്മോറാലിറ്റി, അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അതിന് മനസ്സില്ല എങ്കിലോ? എബ്രായ ലേഖനം 12:14 എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ നീതിയായി പിതാവായ ദൈവം കണക്കിലെടുത്തത് കൊണ്ടാണ് നാം രക്ഷിക്കപ്പെട്ടത്. പക്ഷേ രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും അവരുടെ ജീവിതമാകുന്ന വസ്ത്രത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാലോ നിങ്ങൾ ജീവിക്കും. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ആർക്കും എന്ന് പറയുമ്പോൾ എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഒക്കെ അതിൽപ്പെട്ടു. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, വിശ്വാസികളുടെ ഇടയിൽ ഇംപ്യൂരിറ്റി, അശുദ്ധി പാടില്ല. കൊളോസ്യ ലേഖനം 3:5 നാം ധ്യാനിക്കുന്നത്. Therefore, treat the parts of your earthly body as dead to sexual immorality, impurity, passion, and greed, which amounts to idolatry. ഇമ്മോറാലിറ്റി, അസന്മാർഗികത, ലൈംഗിക പാപങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇമ്മോറാലിറ്റി വാസ്തവത്തിൽ
ദൈവത്തിനെതിരെയുള്ള പാപമാണ് പ്രാഥമികമായിട്ടും. വ്യഭിചരിക്കരുത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ആ കൽപ്പന ഇവിടെ ലംഘിക്കപ്പെടുന്നു. മാത്രമല്ല, അസന്മാർഗികത, ഇമ്മോറാലിറ്റിയിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ പങ്കാളിയെയും ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്കെതിരായ പാപമാണ്. കൂടാതെ ഇമ്മോറാലിറ്റി അവനവനെതിരായ പാപമാണ്, പ്രത്യേകിച്ച് ദൈവമക്കളാണെങ്കിൽ. കാരണം നമ്മുടെ ശരീരം ഇനി നമ്മുടേതല്ല, നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൽപ്പന. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട നമ്മുടെ ശരീരം അസന്മാർഗികത, ആ പാപത്തിൻ്റെ പുറകെ പോയി ദൈവനാമം ദുഷിക്കുവാൻ ഇടയായാൽ അതൊരു നിസ്സാരമായ പാപമല്ല. ഇനി ഇവിടെ മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത്, ഒന്നാമതായി സെക്ഷുവൽ ഇമ്മോറാലിറ്റി, രണ്ടാമത് ഇംപ്യൂരിറ്റി, മൂന്നാമതായി പാഷൻ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം. ഇംഗ്ലീഷിൽ പാഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സത്യവേദ പുസ്തകത്തിൽ അതിനെ അതിരാഗമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്ന പാഷൻ, അതിൻ്റെ അർത്ഥം ഇതാണ്: ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി അമിതമായ ആവേശം, അത് ലഭിക്കുന്നത് വരെ അതിനു വേണ്ടി ഓടിക്കിതയ്ക്കുന്നു. ദൈവം വിലക്കിയ കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള വ്യഗ്രത, അത് ലഭിക്കുന്നത് വരെയുള്ള നെട്ടോട്ടം, ആവേശം, അതാണ് അതിരാഗം. പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് ഈ അതിരാഗം അഥവാ തെറ്റായ പാഷൻ ഉണ്ടായിരുന്നു. ജോസഫുമായി പാപം ചെയ്യുവാൻ അവൾ അമിതമായി ആഗ്രഹിച്ചു, ദിനംപ്രതി അതിനായി ശ്രമിച്ചു. പക്ഷേ ജോസഫിനറിയാം തൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ നീചസ്ത്രീയുമായി പാപം ചെയ്യുവാൻ ഒരിക്കലും പാടില്ല. അവൾ പരമാവധി ശ്രമിച്ചിട്ടും ജോസഫ് തൻ്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചു. ആ സ്ത്രീ തോറ്റു. ദൈവമക്കൾ വിശുദ്ധി കൊണ്ട് അശുദ്ധിയെ തോൽപ്പിക്കണം. നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നിൽക്കാൻ പാടില്ല. പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ഇനി ഓടേണ്ടി വന്നാൽ ജോസഫിനെ പോലെ ഓടുക തന്നെ വേണം. ഒന്ന് തെസ്സലോണി 4-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുകയാണ്. 1 തെസ്സലോണി 4-ാം അധ്യായം 3 തൊട്ട്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിടയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. എത്ര ശക്തമായിട്ടാണ് ദൈവമക്കളെ ഇക്കാര്യം സംബന്ധിച്ച് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. ദൈവമക്കൾക്കും ശുശ്രൂഷകന്മാർക്കും വിശുദ്ധി വേണം. മറ്റുള്ളവർ അപവാദം പറയുവാൻ ഇട നൽകത്തക്ക രീതിയിലുള്ള ഒരു കാര്യത്തിൽ ഇടപെടരുത്. ചില മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു സഭാ ശുശ്രൂഷകൻ എന്ന് പറയുന്ന വ്യക്തി 2 പെൺകുട്ടികളെ പരസ്യമായി ചുംബിക്കുകയും പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ദൈവനാമം ദുഷിക്കപ്പെടുവാൻ ആ സംഭവം കാരണമായി. ഇതുപോലെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് അനേകരുടെ വിശ്വാസത്തെ തന്നെ ഹനിക്കുകയാണ് ചെയ്യുന്നത്. ജാതികൾ
കർത്താവിനെ ദുഷിക്കുവാൻ ഈ ശുശ്രൂഷകന്മാരൊക്കെ ഇത്തരത്തിലുള്ള ചെയ്തികളാണല്ലോ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിന് ദൂഷണം വരുത്തുവാൻ ഇത്തരം സംഭവങ്ങൾ ഇടയാകുന്നു. അതുപോലെ തന്നെ ചില ശുശ്രൂഷകന്മാർ പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകളുടെ തലയിലും ശരീരത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഒട്ടും തന്നെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ വലിയ വ്യഗ്രത കാണിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരെ സൂക്ഷിക്കുക. ദൈവമക്കൾ പരിജ്ഞാനമുള്ളവരാകണം. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അദ്ദേഹം ചെയ്യുന്ന ആ പ്രവൃത്തി വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അതിന് വ്യക്തമായ തെളിവുണ്ടായിരുന്നു, നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും വളരെ പരിജ്ഞാനമുള്ളവരായിരിക്കണം. ദൈവനാമത്തിന് ദൂഷണം വരുത്തുന്ന പ്രവൃത്തികൾ, വാക്കുകൾ ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. 1 തെസ്സലോനി 4:3 തൊട്ട്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. അതിരാഗം അഥവാ പേഷൻ, അത് ദൈവമക്കൾക്ക് പാടില്ല. അക്കാര്യമാണ് നാം ധ്യാനിക്കുന്നത്. ഗലാത്യ ലേഖനം 5:24. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അല്ലാതെ ഈ രാഗമോഹങ്ങളെ കയറൂരി വിടാൻ പാടില്ല. ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ, അത് നമുക്ക് പരിശുദ്ധാത്മാവ് തരും. ദൈവാത്മാവിൽ ആശ്രയിച്ചാൽ മതി. നമ്മൾ മനുഷ്യരാണ്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാലാണ് നമ്മൾ ജീവിക്കുന്നത്. മരണത്തിൻ്റെ വഴി തെരഞ്ഞെടുക്കരുത്. മർക്കോസ് 7:21 തൊട്ട്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ആദ്യം ഹൃദയത്തിലാണ് ഈ അതിരാഗം, പാഷൻ. പിന്നീട് അത് വാക്കുകളായി, നോട്ടമായി, പ്രവൃത്തികളായി പുറത്തേക്ക് വരികയാണ്. ഹൃദയത്തിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. മത്തായി 5:28. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഹൃദയം നിറയെ അശുദ്ധി. പിന്നീട് അത് പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണതയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പല കുറുക്കുവഴികളിലൂടെയും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുവാൻ ഇന്ന് ധാരാളം അവസരങ്ങൾ ലഭ്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. എന്നാൽ നമുക്ക് ശുദ്ധിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിലോ? കർത്താവ് അതേ അധ്യായത്തിൽ, മത്തായി 5-ാം പറഞ്ഞു, മത്തായി 5:28, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ ആസക്തിയോടെ സ്ത്രീയെ കണ്ട്, അത് ഇൻ്റർനെറ്റിലൂടെ ആയാലും മൊബൈലിലൂടെ ആയാലും ഒക്കെ ഇന്ന് കാണാൻ ധാരാളം അവസരങ്ങളുണ്ട്. അത്തരം കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെ ദൈവത്തെ കാണും? മ്ലേച്ഛമായ കാഴ്ചകൾ കണ്ട് രസിച്ച ആ കണ്ണുകൊണ്ട് എങ്ങനെ പരിശുദ്ധനായ ദൈവത്തെ ദർശിക്കും?
അതുകൊണ്ട് മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എല്ലാവരും ദൈവത്തെ കാണുമോ? ആർക്കാണ് ഹൃദയശുദ്ധിയുള്ളത്? അവർ കാണും. ജോയ് ബ്രദർ സദൃശവാക്യങ്ങൾ 6:24 തൊട്ട് വായിക്കും. ഹല്ലേലൂയ. സദൃശ്യം 6:24-25. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്കരവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും വരുത്. സദൃശവാക്യങ്ങൾ 6:24 തൊട്ട് അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്കര വാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. ഇതെല്ലാം ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പണ്ട് മാത്രമല്ല. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. പല ദൈവമക്കൾക്കും ഒരുപക്ഷെ ഹൃദയത്തിലൊരു സങ്കടമുണ്ടാകാം. എന്നെ കാണുവാൻ വലിയ സൗന്ദര്യമൊന്നും ഇല്ലല്ലോ. കാണാൻ വലിയ സൗന്ദര്യമൊന്നും ഇല്ലാത്തത് എത്രയോ നല്ലതാണ്. നമുക്ക് ഭയങ്കര സൗന്ദര്യമാണെങ്കിൽ അത് മറ്റനേകരിലും വേണ്ടാത്ത ചിന്തകൾ നിറയ്ക്കുകയും നാം അവർക്ക് ഒരു പ്രലോഭന കാരണമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് സൗന്ദര്യമില്ലല്ലോ എന്നോർത്ത് ദൈവമക്കൾ വിഷമിക്കരുത്. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. ഇനി നമ്മുടെ ചിന്തകളെ കയറൂരി വിടേണ്ട കാര്യമില്ല. ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അതിരാഗത്തെ, പാഷൻ, അതിനെ കൺട്രോൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. ആർക്കാണ് പൗലോസ് ഈ കൊളോസ്യ ലേഖനം എഴുതിയിരിക്കുന്നത്? ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദുശ്ചിന്തകൾ, അതിരാഗം, പാഷനൊക്കെ ആ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ നിഷ്പ്രയാസം മരിപ്പിക്കാൻ സാധിക്കും. 2 കൊരിന്ത്യർ 10:5 2 കൊരിന്ത്യർ 10:5 ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പല ദൈവമക്കളുടെയും പ്രശ്നം എന്താണ്? അയ്യോ, എൻ്റെ ചിന്താമണ്ഡലത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ പോലും വേണ്ടാത്ത ചിന്തകൾ വരുന്നു. ഈ കാര്യത്തെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയാണ് ഉന്നതത്തിലെ ശക്തി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആ പരിശുദ്ധാത്മ ശക്തി ഉപയോഗിച്ച് എല്ലാ അശുദ്ധ ചിന്താഗതികളെയും അടിമകളാക്കുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് സ്വന്തം ശക്തി കൊണ്ടല്ല, ആത്മശക്തിയാൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം ശുദ്ധമാകും. ശുദ്ധമായ ഒരു ഹൃദയത്തിൽ അതിരാഗത്തിന്, ഈ വേണ്ടാത്ത പേഷന് സ്ഥാനമുണ്ടായിരിക്കുകയില്ല. ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനമാണ്. 2-ാം അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ 2-ാം അധ്യായത്തിൽ ലീഗലിസം, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, മതപരമായ കുറേ നിയമങ്ങൾ, ആ മതപരമായ ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ വഴി ഈ ചിന്തകളെ, വേണ്ടാത്ത ചിന്തകളെ നിയന്ത്രിക്കാമെന്നൊക്കെ അന്ന് പലരും കരുതിയിരുന്നു. വചനത്തിന് വിപരീതമായ, ക്രിസ്തു പഠിപ്പിക്കാത്ത ഒരുപാട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജപങ്ങൾ, ജപമാലകൾ ഇന്നും പ്രചരിപ്പിക്കുന്നവരുണ്ട്. കൊന്ത ചൊല്ലിയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ ബൈബിളിൽ കാണാത്ത ഇത്തരത്തിലുള്ള യാതൊരു ആചാരങ്ങൾക്കും മാലകൾക്കും അതുപയോഗിക്കുന്ന വ്യക്തിയുടെ ജഡസ്വഭാവത്തെ മരിപ്പിക്കാൻ പറ്റില്ല. അത് പൗലോസ് 2-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2:20 തൊട്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്?
പലർക്കും ഇത്തരത്തിലുള്ള ചട്ടങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടർന്ന് ഞങ്ങൾ ഭയങ്കര ഭക്തന്മാരാണ് എന്ന് പറയാനാണ് താല്പര്യം. ബൈബിളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു പ്രത്യേക ഭക്തിമാർഗം. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത്. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. കൊളോസ്യർ 2:23. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ ഈ ലീഗലിസം, തുടരുത്, പിടിക്കരുത്, വചനവിരുദ്ധമായ ഒരുപാട് നിബന്ധനകൾ, തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമേ ജഡത്തിൻ്റെ പ്രവൃത്തികളെയും ചിന്തകളെയും നമുക്ക് മരിപ്പിക്കാൻ പറ്റൂ. മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മതപരമായ അല്ലെങ്കിൽ ചില സഭാപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ, അതൊന്നും നമ്മുടെ ചിന്താമണ്ഡലത്തെ ശുദ്ധമാക്കുവാൻ സഹായിക്കുകയില്ല. സദൃശവാക്യങ്ങൾ 31:30. സദൃശവാക്യങ്ങൾ 31:30. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. മറ്റൊരു പരിഭാഷയിൽ നിന്ന്, ഇംഗ്ലീഷിൽ നിന്നോ സത്യവേദ പുസ്തകത്തിൽ നിന്നോ ഈ സദൃശവാക്യം 31:30 ഒരാൾക്കൊന്ന് വായിക്കാൻ പറ്റിയാൽ നല്ലതാണ്. സദൃശം 31:30. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? സദൃശം 31:30. Proverbs 31:30. Favor is deceitful and beauty is vain, but a woman that feareth the Lord, she shall be praised. Favor is deceitful and beauty is vain. ഓക്കെ, താങ്ക് യു. സാധാരണ ലാവണ്യം സ്ത്രീകളാണ്. വായിച്ചു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവും ആകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഓക്കെ, താങ്ക് യു. സാധാരണ സ്ത്രീകളാണ് കൂടുതൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് അവരുടെ അപ്പിയറൻസ് കൂടുതൽ മനോഹരമാക്കാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രലോഭന ഹേതു ആവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവും. ബ്യൂട്ടി ഈസ് വെയിൻ. സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. പിന്നെയോ യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. യഹോവ ഭക്തിയാണ് ഒരു സ്ത്രീക്ക് വേണ്ടത്. അതുകൊണ്ട് ബാഹ്യമായ സൗന്ദര്യം എനിക്കില്ല എന്നോർത്ത് യഹോവ ഭക്തിയുള്ള ഒരു സ്ത്രീയും സങ്കടപ്പെടേണ്ട കാര്യമില്ല. പുരുഷന്മാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കൊളോസ്യ ലേഖനം 3:5 വീണ്ടും വായിക്കുന്നു. നാം കൊളോസ്യ 3:5 ധ്യാനിക്കുന്നത്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഇതിൽ ഒന്നാമത് ദുർനടപ്പ്, രണ്ടാമത് അശുദ്ധി, മൂന്നാമത് അതിരാഗം, നാലാമത് ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, അഞ്ചാമത് അത്യാഗ്രഹം. ഇതിൽ 3 കാര്യങ്ങൾ നമ്മൾ ചുരുക്കമായി പഠിച്ചു. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം. ഇനി അടുത്തതായി ദുർമോഹം. ദുർമോഹത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഈവിൾ ഡിസയർ. ദുർമോഹം എന്ന് പറഞ്ഞാൽ ലസ്റ്റ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഈവിൾ ഡിസയർ അല്ലെങ്കിൽ ലസ്റ്റ്. ദുർമോഹം എന്ന് പറഞ്ഞാൽ ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കാനും അനുഭവിക്കാനുമുള്ള തീവ്രമായ ആശ. ദൈവം വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കാനും അനുഭവിക്കാനുമുള്ള ആഗ്രഹം, അതാണ് ഈവിൾ ഡിസയർ. ഇത് ആരിലാണ് ആദ്യം ഉണ്ടായത്? നമുക്കറിയാം. ഈ ഈവിൾ ഡിസയർ,
തെറ്റായ കാര്യങ്ങൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹം ആർക്കാണ് ആദ്യം ഉണ്ടായത്? നമുക്ക് അക്കാര്യം അറിയാം. ജോയ് ബ്രദർ വായിക്കാം. ഉൽപ്പത്തി 3 4 തൊട്ട് 6 വരെ വായിക്കാം. ഉൽപ്പത്തി 3 4 മുതലല്ലേ ബ്രദറെ? വായിച്ചു ബ്രദറെ. 4 മുതൽ 6 വരെ. 4 മുതൽ 6 വരെ. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം ഭക്ഷിപ്പാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതുമോ ജ്ഞാനം പ്രാപിപ്പാൻ അഭികാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു. ഉൽപ്പത്തി 3 5 തൊട്ട്. ഉൽപ്പത്തി 3 4 സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ദൈവം തിന്നരുത് എന്ന് പറഞ്ഞു. ദൈവം അനുവദിക്കാത്ത കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ പിശാച് ഇന്നും പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുർമോഹത്തിനെതിരെ ജാഗ്രത വേണം. പുതിയ നിയമത്തിൽ ലസ്റ്റ് അഥവാ ദുർമോഹത്തിനെതിരെ ധാരാളം മുന്നറിയിപ്പുകൾ തിരുവചനം നമുക്ക് തരുന്നുണ്ട്. ചില വാക്യങ്ങൾ വായിക്കുകയാണ്. റോമാലേഖനം 13:14. റോമ 13:14. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. തെറ്റായ ആഗ്രഹങ്ങൾ ജനിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ തുടർന്ന് അങ്ങോട്ട് അധികം നോക്കരുത്. തെറ്റായ ആഗ്രഹങ്ങൾ ഉണർത്തുവാൻ ശക്തമായ ഒരു വീഡിയോ അത് വാച്ച് ചെയ്യരുത്. തെറ്റായ കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു സംഭാഷണം, ചിലപ്പോൾ അത് പരദൂഷണമായിരിക്കാം, അത് കേൾക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഗലാത്യ 5:16 നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. നെവർ. ഗലാത്യ 5:24 യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിനുള്ളവരാണ്. യേശുക്രിസ്തു തൻ്റെ സ്വന്തം രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യ 5:24 യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇങ്ങനെ ശരീരത്തിൻ്റെ വികാരങ്ങളെയും മോഹങ്ങളെയും ക്രൂശിച്ചാൽ പിന്നെ ദുർമോഹം അഥവാ ലസ്റ്റ് അതിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം ഉണ്ടാവുകയില്ല. എഫേസ്യ ലേഖനം 2 ഒരാൾക്ക് 2 തൊട്ട് 3 വരെ ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എഫേസ്യ ലേഖനം 2 3 4 വാക്യങ്ങൾ കിട്ടുന്നവർക്കൊന്ന് വായിക്കാം. എഫേസ്യ 2 3 4 വാക്യങ്ങൾ. കിട്ടിയില്ല എങ്കിൽ ഞാൻ തന്നെ വായിക്കാം.
അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ ഇതായിരുന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും, ഈ ആത്മീയമായി മരിച്ച മനുഷ്യരുടെ ഇടയിൽ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. പൗലോസ് തന്നെ ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ജഡമോഹങ്ങളിൽ നടന്നാൽ ദൈവത്തിൻ്റെ പ്രസാദം പിടിച്ചു പറ്റാൻ പറ്റില്ല. ദൈവക്രോധം വാങ്ങിക്കാനേ സാധിക്കുകയുള്ളൂ. മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. മാലിന്യപ്പെട്ടിടതോടിടുക, മണവാളൻ വരവേറ്റമടുത്തുപോയി. സ്വർഗരാജ്യത്തിൽ പോയി നാം ആനന്ദിക്കാം, ഒരുങ്ങിയിടാം. സ്വർഗരാജ്യത്തിൽ പോയി നാം ആനന്ദിക്കാം, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൻ താമസം ഏറെയില്ല. 2 പത്രോസ് 2:18. എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷ പ്രാപിച്ചവരെ വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുന്നു. പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്നാണ് വായിച്ചത്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. സഭയിൽ ചില ദുരുപദേശകന്മാർ, അവർ വിശ്വാസികളെ കൗശലവാക്ക് പറഞ്ഞ് വാണിഭമാക്കുന്നവരായിരുന്നു. സാമ്പത്തിക ചൂഷണം മാത്രമല്ല, സഭയിൽ വന്നിരിക്കുന്ന പല വിശ്വാസികളും മുമ്പ് പല രീതിയിലുള്ള ജഡമോഹങ്ങളിലും ജീവിച്ചവരാണ്. എന്നാൽ ഈ കള്ള ഉപദേഷ്ടാക്കന്മാർ വന്ന് വീണ്ടും ഈ വിശ്വാസികളെ അവർ ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് തന്നെ നയിക്കത്തക്ക രീതിയിൽ പ്രേരണ കൊടുക്കുകയാണ്. ഒരു കാലത്ത് ഈ വിശ്വാസികൾ പാപം ചെയ്തിരുന്നു. അതിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ദൈവമക്കളായി ശുദ്ധീകരണം പ്രാപിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്ന ജനത്തെ ഇതാ ദുരുപദേശം പറഞ്ഞ് തെറ്റായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു. എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷ പ്രാപിച്ചവരെ. ഒരുപാട് മദ്യപാനം ഉണ്ടായിരുന്നു രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. അത് മാറ്റി സ്നാനപ്പെട്ടു, മദ്യപാനം ഉപേക്ഷിച്ച് 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴിതാ ഒരുത്തൻ വന്ന് വീണ്ടും അവനെ മദ്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ നിർബന്ധിക്കുന്നു. എന്തെന്നാൽ തെറ്റിൽ ജീവിക്കുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷ പ്രാപിച്ചവരെ വ്യർത്ഥമായ വാഗ്ധോരണി കൊണ്ട് വിഷയാസക്തമായ ദുർവിചാരങ്ങളിലേക്ക് അവർ പ്രലോഭിപ്പിക്കുന്നു. ദുർമോഹത്തിനെതിരെ എല്ലാ അപ്പസ്തോലന്മാരും പ്രബോധിപ്പിച്ചിട്ടുണ്ട്. 1 യോഹന്നാൻ 2:15 തൊട്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിൽക്കുന്നു. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകുന്നു,
ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും ഇരിക്കും. ദൈവം പാടില്ല, അരുത്, സ്വന്തമാക്കരുത് എന്ന് പറഞ്ഞവയെ തന്നെ സ്വന്തമാക്കുവാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. ദൈവമക്കൾ ഈ ആഗ്രഹത്തെ കീഴടക്കുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക വഴിയാണ്. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. യാക്കോബ് 1:13 തൊട്ട്, ജോയ് ബ്രദർ ഒന്ന് വായിക്കാം. യാക്കോബ് 1:13 തൊട്ട്. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. മറ്റുള്ളവരല്ല, പിന്നെയോ അവനവൻ്റെ ഹൃദയത്തിലെ ദുർമോഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഹൃദയത്തിൽ ദുർമോഹമുണ്ടെങ്കിൽ മറ്റൊരാൾ പ്രലോഭനകരമായ രീതിയിൽ ഇടപെടുമ്പോൾ പെട്ടെന്ന് വീഴും. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് വിശ്വാസികളോട്. പണ്ട് അജ്ഞതയുടെ കാലത്തുണ്ടായിരുന്ന മോഹങ്ങൾക്ക് നിങ്ങൾ അടിമകളാകരുത്. പിന്നെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവിധം എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളാകണം. പണ്ട് ഇവർ, അതായത് പത്രോസ് ആർക്കാണോ ലേഖനം എഴുതുന്നത് ആ വിശ്വാസികൾ, അവരുടെ ജഡമോഹം അനുസരിച്ച് ജീവിച്ചവരാണ്. ഇപ്പോൾ അവർ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വീണ്ടെടുക്കപ്പെട്ടു, ദൈവമക്കളായി തീർന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും പഴയ ദുർമോഹങ്ങളിലേക്ക് തിരിയാൻ പാടില്ല. 1 പത്രോസ് 1:14. മുൻകാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന അജ്ഞതയുടെ വ്യാമോഹങ്ങൾക്ക് അനുസരണയുള്ള മക്കളെന്ന നിലയിൽ നിങ്ങൾ വിധേയരാകാതിരിക്കുവീൻ. 1 പത്രോസ് 4:2. അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം, ദൈവമക്കളുടെ കാര്യമാണ് പറയുന്നത്, അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുകയല്ല, നമുക്ക് ആരാധിക്കാം. അതിനുശേഷം വീണ്ടും അല്പസമയം കൂടി നമുക്ക് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാം. സ്നേഹവാനായ കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. കർത്താവിന് മഹത്വം, അങ്ങേക്ക് ആരാധന. കർത്താവിന് മഹത്വം, ഹല്ലേലൂയ. യേശുവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്തോത്രം, ആരാധന. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, യേശുവിന് മഹത്വം. സ്തോത്രം. ഒന്നും മറക്കരുത്. സത്യങ്ങളിലുള്ള വഴി നടത്തുന്നു.
നല്ലവരല്ലോ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. മേൽ വസിക്കുന്നവരെ ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കർത്താതി കർത്താവ്, രാജാതി രാജാവ്, യോഗ്യനായവനെ, രാജാക്കന്മാരുടെ മേൽ ആരാധനയ്ക്ക് യോഗ്യനായവനെ, ഭരണം നടത്തുന്നവരായ ഹല്ലേലൂയ. യേശുവിന് മഹത്വം. കർത്താവിന് കർത്താവിന് മഹത്വം. കർത്താവ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ചൈതന്യം വരുത്തുവാൻ താഴ്മയുള്ളവരുടെ ഹൃദയങ്ങൾ യുഗാവസാനത്തോളവും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. ഞങ്ങളുടെ 8 ആഴ്ച ഞങ്ങൾ സന്തോഷം ഒന്നിപ്പിച്ചത് ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന് സ്തോത്രം, ആരാധന, ആരാധന, ആരാധന. ബദ്ധന്മാരെ അഴിച്ചുവിടുന്നവരെ, കർത്താവിന് താഴ്ന്നവരെ സൗഖ്യമാക്കുന്നവരെ മുറിവുകളെ കെട്ടുന്നവരെ ഉയർത്തുന്നവരെ എല്ലാവർക്കും സകല പ്രവർത്തനങ്ങളോടും വീഴുന്നവരെ സകല മക്കളുടെ നീതിമാൻ സകല പ്രവർത്തികളും നിലവിളിയായിട്ട് ഓടി രക്ഷിക്കുന്ന ദൈവമായി ഏവരെയും പരിപാലിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗത്തിൽ ഞങ്ങൾക്ക് ക്ഷയമായി കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. യേശുവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഒഴിച്ച് പിതാവിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. വീണ്ടും നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് വരാം. ജോയ് ബ്രദർ 2 പത്രോസ് 2:2 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 2 പത്രോസ് 2 മുതൽ 3 വരെ. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭ്യം ആക്കും. അവർക്ക് പൂർവകാലം മുതൽ ഉള്ള ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. ദുർമോഹത്തെ മരിപ്പിക്കാതെ ദുർമോഹത്തെ കയറൂരി വിടുകയാണെങ്കിൽ അതിൻ്റെ അപകടത്തെക്കുറിച്ച് അപ്പസ്തോലന്മാർ നമുക്ക് ബോധ്യം നൽകിയിട്ടുണ്ട്. 2 പത്രോസ് 2:2 തൊട്ട് പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും.
അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലതാമസം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. ദുർവിചാരങ്ങൾക്ക്, ദുർമോഹങ്ങൾക്ക് അഥവാ ലസ്റ്റിന് കടിഞ്ഞാനിടാതെ പല തെറ്റായ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഇതാ ആ പ്രദേശത്ത് ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു കള്ളനായ ഉപദേശി നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെട്ടു. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. മർക്കോസ് 16:16. ദൈവമക്കൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചവരാണ്. എന്നാൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ച ഒരു ശുശ്രൂഷകനോ ഒരു വിശ്വാസിയോ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അസന്മാർഗിക, എന്തെങ്കിലും ഇമ്മോറാലിറ്റി, അശുദ്ധി അതിൽ ജീവിക്കുകയാണെങ്കിൽ പലരും പിന്നീട് സ്നാനപ്പെടില്ല. അവർ വചനപ്രകാരമുള്ള സ്നാനത്തെ പരിഹസിക്കാൻ തുടങ്ങും, ക്രിസ്തു മാർഗത്തെ ദുഷിക്കും. നിങ്ങളുടെ കൂട്ടത്തിലെ ആ ശുശ്രൂഷകൻ അല്ലെങ്കിൽ വിശ്വാസി ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ചു, കണ്ടില്ലേ അദ്ദേഹം ചെയ്തത്? ഇങ്ങനെ അനേകർ സ്നാനം സ്വീകരിക്കുന്നതിനും സത്യവിശ്വാസത്തിലേക്ക് വരുന്നതിനും ഇത്തരത്തിലുള്ള ആളുകൾ ചർച്ചിനകത്തുണ്ടായാൽ ഭയങ്കര പ്രതിസന്ധിയാണ്. ഇവിടെ പത്രോസ് പറയുന്നത്, അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. അവർ മൂലം, വിജാതികളെക്കുറിച്ചല്ല പറയുന്നത്. പേരിന് ക്രിസ്ത്യാനി ചെയ്യുന്ന കാര്യങ്ങൾ ജാതികളെക്കാളും മ്ലേച്ഛം. അങ്ങനെ അവർ മൂലം സത്യത്തിൻ്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലതാമസം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. തീത്തോസ് 2:12 നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ലൗകിക മോഹങ്ങൾ ഉപേക്ഷിക്കണം. ഈ ലോകത്തിൽ സമചിത്തത, നീതിനിഷ്ഠ, ദൈവഭക്തിയുള്ള ജീവിതം, അതാണ് ദൈവമക്കൾ നയിക്കേണ്ടത്. അമ്പത്തിയൊന്നാം സങ്കീർത്തനം 10-ാം വാക്യം. 51-ാം സങ്കീർത്തനം 10. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഹൃദയത്തിൽ ദുർമോഹം നിറഞ്ഞാൽ അത് വാക്കുകളിലും പ്രവൃത്തികളിലും പ്രതിഫലിക്കുവാൻ സാധ്യതയുണ്ട്. ദാവീദ് അഭിഷേകമല്ല ഉള്ളവനാണ്, പക്ഷേ ഹൃദയത്തിൽ ദുർമോഹം, ലസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബത്ശബയെ നോക്കി പിന്നീട് പാപം ചെയ്തത്. ആ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ്, അയ്യോ, എനിക്ക് ശുദ്ധമായൊരു ഹൃദയമില്ലല്ലോ, ഈ ലസ്റ്റ് നിറഞ്ഞ ഒരു ഹൃദയമാണല്ലോ എനിക്കുള്ളത്. കാര്യം, ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളൊക്കെ ചെയ്തു, പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു, ശരിയാണ്. പക്ഷേ ഹൃദയം നിർമ്മലമല്ല. നിർമ്മലമല്ലാത്തത് കൊണ്ടാണല്ലോ ഒരിക്കലും ഒരു അഭിഷിക്തൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു പാപം, തേച്ചാലും മാച്ചാലും പോകാത്ത വ്യഭിചാരം എന്ന പാപം ചെയ്തത്. ആ പാപം ചെയ്തതിന് ശേഷം ദാവീദ് ആത്മാർത്ഥമായി അനുദപിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും അത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്തില്ല. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നമ്മളും ഇത് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഒരു അശുദ്ധമായ ചിന്ത അതിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചിട്ടും അത് പോകുന്നില്ല. അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവിനോട് യാചിച്ചാൽ മതി. നമ്മുടെ ബലഹീനതയിൽ ശക്തി പകർന്ന്
ചിന്താമണ്ഡലത്തെ ശുദ്ധമാക്കുവാൻ കർത്താവ് തന്നെ നമ്മെ സഹായിക്കും. പക്ഷേ ഈ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. ഏതെങ്കിലും ഒരു അശുദ്ധ ചിന്ത നമ്മെ വേട്ടയാടുന്നുവെങ്കിൽ, ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ആ പ്രാർത്ഥന ദൈവം കേട്ടു. പിന്നെ ദാവീദ് അത്തരത്തിലുള്ള തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. ദുർമോഹങ്ങളല്ല ദൈവമക്കൾക്ക് വേണ്ടത്. നമ്മുടെ ചിന്താമണ്ഡലത്തെ അത്തരം കാര്യങ്ങൾ കീഴടക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ചിന്താമണ്ഡലത്തിലൂടെ കടന്നു പോകേണ്ട ചിന്തകൾ എന്തൊക്കെയാണ്? ദുർമോഹമല്ല, പിന്നെയോ ഫിലിപ്പിയ ലേഖനം 4:4 തൊട്ട്, ഫിലിപ്പിയ 4:4 തൊട്ട്, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ഇത് ആവശ്യമാണ്. ലോകത്തിൻ്റെ വില കുറഞ്ഞ അപകടം നിറഞ്ഞ സന്തോഷങ്ങളിൽ പെട്ടുപോകാതിരിപ്പാൻ അതൊരു കെണിയാണ്. കാരണം ഈ ദുർമോഹവും പിന്നെ ഇമ്മോറാലിറ്റിയും സുഖം കിട്ടാൻ വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, ഈ മ്ലേച്ഛകരമായ പാപങ്ങൾ. എന്നാൽ അതിനേക്കാളും വലിയ വിശുദ്ധ സന്തോഷം കർത്താവിൽ നിന്ന് സദാ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ഈ അപകടം നിറഞ്ഞ തെറ്റായ സന്തോഷത്തിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നത് ഒരു അധികപ്പറ്റല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതൊരു അത്യാവശ്യമാണ്. നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. ടെൻഷൻ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി മാറട്ടെ. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നിറയേണ്ടത്? കർത്താവിലുള്ള സന്തോഷം. എല്ലാ ധാരണയെയും മാനുഷിക ബുദ്ധിയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. എന്നിട്ട് പറയുകയാണ്, അവസാനമായി സഹോദരന്മാരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങളാണ് നിറഞ്ഞു നിൽക്കേണ്ടത്. നാം ധ്യാനിക്കുന്നത് കൊളോസ്യ ലേഖനമാണ്. കൊളോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയാൽ ദുർമോഹങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ഹൃദയത്തിനകത്ത് കൂടുകൂട്ടും. ഉയരത്തിലുള്ള കാര്യങ്ങൾ ധ്യാനിച്ചാലോ നമ്മുടെ ഹൃദയം വിശുദ്ധിയാലും ദൈവാത്മ ശക്തിയാലും നിറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? അതാണ് അല്പം മുമ്പ് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിലുള്ള സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സമാധാനം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. മാത്രമല്ല, സഹോദരന്മാരെ, സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. നമ്മുടെ ഇന്നത്തെ വചന പഠനം ഇവിടെ അവസാനിക്കുകയാണ്. നാം ഇന്ന് ധ്യാനിച്ചത് കൊളോസ്യ 3:5 അതിൽ ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, ആ ദുർമോഹത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വചന സന്ദേശം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ 5-6 വാക്യങ്ങൾ ബൈബിൾ തുറന്ന് നമുക്ക് 2 തവണ വായിക്കാം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ 2 തവണ നമുക്ക് വായിക്കാം.
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. വീണ്ടും വായിക്കാം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ജോയ് ബ്രദറിനോ റീനയ്ക്കോ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ 139 സങ്കീർത്തനത്തിൽ 2 വാക്യം വായിക്കുന്നുണ്ട്, 23 24. യെസ്. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും കർത്താവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രതികൂലങ്ങളും എല്ലാം വരുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾ അയവർക്കുവാൻ കർത്താവ്, ഈ ഭൂമിയിൽ ജീവിച്ച ആ ഒരു ജീവിതം ഞങ്ങൾക്കും ജീവിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ നിറവനായി ഞങ്ങൾ സഹായിക്കണമേ കർത്താവ്. ഈ സൂം മീറ്റിംഗിൽ കൂടിയിട്ടുള്ള എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. പ്രകൃതി ക്ഷോഭത്താൽ വളരെ അനേകര് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് കർത്താവ്. അവരെല്ലാം പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ കർത്താവ്. പ്രത്യേക തോമസ് ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രയും വചനങ്ങൾ ഞങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രത്യേക ബ്രദറുടെ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും കൊടുത്തിരിക്കുന്ന ആരോഗ്യത്തിനും സന്തോഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനായിട്ട് സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിലാമേ. സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാവട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. 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 ആമേൻ. കർത്താവേ വരണമേ. ആമേൻ. നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.